വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി. തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ. ഇപ്പോ ഐഷ പോറ്റി കോൺഗ്രസിൽ ജോയിൻ ചെയ്തു അല്ലേ? എന്തൊരു സങ്കടമാണ് CPM നേതാക്കന്മാർക്ക്. എത്ര CPM നേതാക്കന്മാർ BJPയിലേക്ക് പോയി, അപ്പൊ എന്നൊരു വിഷമമില്ല. ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നപ്പോഴാണ് വിഷമം. എന്നിട്ട് AKG സെന്ററിൽ ഇരുന്ന് ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ വനിതാ കോൺഗ്രസ് നേതാക്കന്മാര് CPMൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് തെറ്റായ വാർത്ത കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈ AKG സെന്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യണവര് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഷാനി മോള് CPMൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. ഷാനി മോള് പിതാവ് മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. അവരുടെ പിതാവ് മരിച്ചിട്ട് അവര് വീട്ടിലിരിക്കുന്ന അവരെക്കുറിച്ച് പോലും അവരെ അപമാനിക്കുന്ന രീതിയിൽ ഈ AKG സെന്ററിലിരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നവർ. എന്നെക്കുറിച്ച് എനിക്കൊരു കുഴപ്പമില്ല. 10 കാർഡ് എല്ലാ ദിവസവും ഇടുന്നുണ്ട് എന്നെക്കുറിച്ച്. എന്തൊക്കെയാണ് പറയുന്നത്? ഈ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് ഞാനെന്നൊക്കെയാണ് എഴുതുന്നത്. അതൊന്നും എനിക്ക് വിരോധമില്ല. എനിക്ക് നല്ല പബ്ലിസിറ്റിയാണ് നൽകുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ എനിക്കത് ഗുണമായിട്ടാണ് പറയുന്നത്. അവരെ ഏതെല്ലാം കാര്യങ്ങൾ എനിക്കെതിരായിട്ട് നെഗറ്റീവ് ഇനിയും ഇട്ടോ 10-20 ആക്കാൻ പറ്റും നോക്കണം ഡെയിലി ഇടുന്ന കാർഡ് എന്നാണ് എനിക്ക് അവിടെ ഇരുന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കുന്ന നിയന്ത്രിക്കുന്ന ആളുകളെ നമുക്കറിയാന്ന് പറഞ്ഞു. അപ്പൊ ഒരാള് അപ്പൊ തന്നെ രംഗപ്രവേശം ചെയ്ത്. അപ്പൊ കോഴി കെട്ടവൻ തലയിൽ പപ്പുണ്ടെന്ന് തപ്പി നോക്കുമെന്ന് പറഞ്ഞ മാതിരിയാണ്. അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് രംഗപ്രവേശം ചെയ്ത്. ഇതൊക്കെ നാടകമാണ്. ഐഷ പോറ്റി പോയതിന്റെ കടം തീർക്കണത് പിതാവ് മരിച്ച് വീട്ടിൽ ഇരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് CPMൽ ചേരുമെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തിയിട്ടാണ്. അപ്പൊ ഇനിയിപ്പോ ഈ AKG സെന്ററിൽ നിന്ന് കൊടുക്കുന്ന സാധനം, എന്ത് സാധനം ട്രോള് എന്ത് കൊടുത്താലും, എന്ത് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം, നീ ശരി പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല കേരളത്തിൽ. ആര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് എന്താ? രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, വ്യക്തികൾ അടക്കം, വിവിധ സമൂഹങ്ങളടക്കം, സോഷ്യൽ ഗ്രൂപ്പുകളടക്കം UDFിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ഇട്ട് നോക്കിക്കോ നിങ്ങളുടെ ലൈബ്രറിയിൽ. അപ്പൊ നിങ്ങൾ അന്ന് എന്നോട് എടുത്തെടുത്ത് ചോദിച്ചു കേരള കോൺഗ്രസ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പാർട്ടിയുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല, പറയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, LDFലും NDAയിലുള്ള കക്ഷികൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? NDAയിലുള്ള 2 കക്ഷികൾ ജോയിൻ ചെയ്തില്ലേ? LDFലുള്ള വ്യക്തികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഇന്ന് വയനാട്ടിൽ ഒരാൾ വിട്ടിട്ടുണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയിൽ വിട്ടിട്ടുണ്ട്. അപ്പോ വ്യക്തികള്, ഗ്രൂപ്പുകള്, സോഷ്യൽ ഗ്രൂപ്പുകള്, ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് പ്ലസ് NDAയിലും LDFലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ UDFൽ ജോയിൻ ചെയ്യും. അപ്പോ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFന്റെ രാഷ്ട്രീയമായ അടിത്തറ ഞങ്ങൾ വിപുലീകരിക്കും. പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. GCATന്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക, ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.